സങ്കടകരമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും, ഈ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ റിയാലിറ്റി എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും വ്യക്തിപരമായ സ്പേസിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ക്യാമറയുമായിട്ട് നിങ്ങളൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അനുവാദം മേടിക്കേണ്ടതുണ്ട്. അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയ്യിൽ ക്യാമറയുണ്ട്, നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് എവിടെയും ചെന്ന് കയറാമെന്നുള്ള ഒരു ധാരണയൊക്കെ തെറ്റാണ്. അതിന് നിയമനിർമ്മാണം ഉണ്ടാവണം. ഒന്നാമത് എനിക്ക് വേണം ലൈസൻസ് വേണം. ഈ ഒരു മൊബൈൽ ഫോണുമായിട്ട് എവിടെയും ആ സ്ഥലത്തെ വൈകാരികമായ അവസ്ഥ എന്താണെന്ന് പോലും നോക്കാതെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് മൊബൈലായിട്ട് ഇപ്പം ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളൊക്കെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ, ജിമ്മിലേക്ക് പോകുമ്പോൾ, ജിമ്മിൽ നിന്ന് വരുമ്പോൾ ഒക്കെ മൊബൈലുമായിട്ട് ഒരു സംഘം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, അവരുടെ എല്ലാ പ്രൈവസീനെയും ഇതാക്കിക്കൊണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട്, ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്നൊക്കെ പോലെയുള്ള ഊള ചോദ്യങ്ങളുമായിട്ട് ഒരു സംഘം ഹൂളിഗൻസാണ് വന്ന് നിൽക്കുന്നത്. അത് നിയമം മൂലം തടയേണ്ടതാണ്. സർക്കാരിന് ബാധ്യതയുണ്ട് ഒരു പൗരൻ്റെ പേഴ്സണൽ സ്പേസ് സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാൻ എന്താണ് അധികാരം കൊടുക്കുന്നത്? ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ, ഇങ്ങനെ കടന്നാക്രമിക്കാൻ എന്താണ് അവർക്ക് അവകാശം കൊടുക്കുന്നത്? അറ്റ്ലീസ്റ്റ് അതിന് ഒരു നിയമപരമായിട്ടൊരു ഒരു ഒരു കാര്യം വേണ്ടേ, ഒരു ലൈസൻസ് വേണ്ടേ? അപ്പോൾ ഇപ്പോൾ റിയൽ ജേർണലിസ്റ്റുകളെയും ഈ ഫേക്കിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്ടായിട്ടുണ്ട്. എല്ലാവരും ജേർണലിസ്റ്റുകളാണ്. ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ആൾക്കാരെല്ലാവരും ജേർണലിസ്റ്റുകളാണ്. അപ്പം ഒരാളോട് ചോദ്യം ചോദിക്കാൻ, ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് വന്ന് കയറാൻ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് പോലീസ് വെരിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷമുള്ള ഒരു ലൈസൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു.